തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് നാട്ടിൽ മുക്കിന് ബോംബുകൾ കണ്ടെത്താൻ കഴിയുന്നതെങ്കിൽ ഈ പറയുന്ന പോലീസ് സംവിധാനവും അന്വേഷണ സംവിധാനവും ഒക്കെ എവിടെയാണ്? ഇത്ര ജാഗ്രതയില്ലാതെ പോകുമ്പോൾ ഏത് മുക്കിനും മൂടിലും സ്റ്റീൽ ബോംബൊക്കെ ഒളിപ്പിച്ചു വെക്കാം എന്ന് പറയുന്നതാണോ തിരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുന്ന സുരക്ഷാ സംവിധാനവും പരിശോധനയും ഒക്കെ? തീർച്ചയായിട്ടും അത് എന്റെ സംശയം അത് തന്നെ. ഈ അരുൺകുമാർ സത്യത്തിൽ പറയുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിക്ക് എതിരാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വടക്കയിൽ ഒരു പ്രമോദിന്റെയും ശാന്തയുടെയും വീട്ടിൽ നിന്ന് 750 കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ പിടിച്ചു എന്ന് പറയുന്നു. മറ്റു പല കാര്യങ്ങളും അദ്ദേഹം പിടിച്ചു, മറ്റു പല കാര്യങ്ങളും സ്റ്റീൽ ബോംബ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷ കൊടുക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്? ഇങ്ങനെ നിർബാധം സ്ഫോടക വസ്തുക്കൾ കൊണ്ടു നടക്കാനും ഉപയോഗിക്കാനും ബോംബ് നിർമ്മിക്കാനും പറ്റുന്ന സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ പരാജയമാണ്. അത് താങ്കൾ അറിയാതെ പറയുന്നത് സമ്മതിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തത്, ഇങ്ങനെ സ്ഫോടക വസ്തു പിടിച്ച കേസിൽ എന്തുകൊണ്ടാണ് NIA അന്വേഷണം വരാത്തത്, അല്ലെങ്കിൽ മറ്റ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇത് ശുപാർശ ചെയ്യാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോ നിങ്ങൾ പറയുന്നത് മുൻപ് കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഈ കുറെ എണ്ണം നിങ്ങൾ പറഞ്ഞു. ഇത് നടന്നപ്പോഴും ഇപ്പോൾ നടക്കുമ്പോഴും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ആരാ ഭരിക്കുന്നത്? പിണറായി വിജയനാണ്. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തമാർഗ അദ്ദേഹത്തിനാണ്. താങ്കൾ തന്നെ പറയുന്നു, സ്ഫോടനത്തിൽ പരിക്കേറ്റ പ്രതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയ അമൽ ബാബു എന്ന് പറഞ്ഞ ആളെ, ചെറുപ്പക്കാരനെ, DYFIക്കാരനെ പ്രതി ചേർത്തു എന്ന്. അപ്പോൾ ആ പ്രതി ചേർത്തത് തെറ്റായ രീതിയിലാണ് എന്നാണ് താങ്കൾ പറയുന്നത്. എങ്കിൽ തെറ്റായ രീതിയിൽ പ്രതി ചേർത്ത പോലീസ് വീണ്ടും അവിടെ പ്രതിപട്ടികയിൽ വരികയല്ലേ? സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനം നടന്നവർക്ക് അനുമോദനമാണ് കിട്ടാറ്. ഇവിടെ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ച് സ്വന്തം ജീവിതം ഒരാൾ കൊണ്ട് ജയിലിലിട്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സാധാരണ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ മുഖ്യമന്ത്രി അനുമോദിക്കുകയും ആശംസിക്കുകയും തുടരണമെന്ന് പറയുകയും ഇവിടെ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്ന DYFIക്കാരനെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ആ ആശുപത്രിയിലേക്ക് രക്ഷിച്ച് കടത്തിയ അമൽ ബാബുവിനെതിരെ പോലീസ് കേസെടുത്ത് അവനെ റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എന്ത് ന്യായമാണ്? നിങ്ങളുടെ വാദം ഏത് രീതിയിൽ അംഗീകരിച്ചാലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം ആ പക്ഷത്തുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ പറയുന്നു നിങ്ങളുടെ പാർട്ടി നേതാക്കളുടെ വീട് ആക്രമിച്ച കേസിലെ പ്രതി, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ, ക്യാൻസർ രോഗി ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിച്ച കേസിലെ പ്രതികളായിട്ടുള്ള ആളുകൾ എന്ന് നിങ്ങൾ പറയുന്നു. എങ്കിൽ അങ്ങനെ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെയും സ്ത്രീകളെയും ആക്രമിക്കുകയും വീട് ആക്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതികളായിട്ടുള്ള ഈ ഗുണ്ടകൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഭാഷയാണ് ഗുണ്ടാ സംഘങ്ങൾ, അത്തരം ഗുണ്ടാ സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് CPM പോയി? അങ്ങനെ പോയ CPM നേതാക്കളിൽ ഒരാൾ പോലും TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഒരു കാലത്തും ഒരു ദേഹോപദ്രവം പോലും ഏൽപ്പിക്കാത്ത ആ മനുഷ്യന്റെ മൃതദേഹം കാണാനോ അവിടെ ഔപചാരികമായിട്ടുള്ള അനുശോചനം അറിയിക്കാനോ ആരും പോയില്ല. പോയ VS അച്യുതാനന്ദൻ എത്രത്തോളം എതിർപ്പുകൾ നേരിട്ടു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ചരിത്രമാണ്. അതിനുശേഷം കുലംകുത്തിയാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആ മരണത്തിന് ആണിയടിച്ചു കൊടുത്തതാരാ? പിണറായി വിജയൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ്. അന്നൊന്നുമില്ലാത്ത എന്ത് സ്നേഹമാണ് നിങ്ങളുടെ പാർട്ടിക്കാരെ ആക്രമിച്ച, സ്വന്തം നിലയിൽ ബോംബുണ്ടാക്കി പ്രവർത്തകർ കൈയും കാലും നഷ്ടപ്പെട്ടു. നാദാപുരത്ത് 5 ലീഗ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു. വള്ളിയായിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കൈപ്പത്തി പോയി. നിങ്ങൾ ആരും മോശമല്ല ഇതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ല മാധു, അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ 4-5 വർഷത്തെ ചരിത്രത്തിനുള്ളിലാണ് അദ്ദേഹം പറയുന്നത്. അല്ല അരുൺകുമാറെ വിഷമിക്കില്ലേ? ഞാൻ അതിൽ പറയുന്നത് ഇതിലേത് അല്ല അരുൺകുമാറെ വിഷമിക്കില്ലേ? ഞാൻ താങ്കൾ പറഞ്ഞപ്പോ മിണ്ടിയില്ലല്ലോ. ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയുന്നത് ഈ ലീഗുകാരോ കോൺഗ്രസ്സുകാരോ ഇത്തരം പ്രവർത്തകരൊക്കെ ഇതിൽ കേസിൽ പ്രതിയാക്കപ്പെട്ടു എന്ന് താങ്കൾ പറയുന്നു. ഇത്തരം സാഹചര്യത്തിൽ ആരെങ്കിലും കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ മറ്റേതെങ്കിലും കക്ഷിയുടെ നേതാക്കന്മാർ ഇത് ഞങ്ങളുടെ പ്രവർത്തകരല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ആശുപത്രിയിൽ പോയി സന്ദർശിക്കുകയോ ഇവരുടെ ചികിത്സാ സഹായം നടത്തിയോ ഇവരുടെ കേസ് നടത്തിയോ ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ടോ? ഇതില്ല. ഈ പറഞ്ഞ പരിപാടി, ഈ 2 പരിപാടിയും കൂടി ഉപദേശവും ഊഞ്ഞാലോട്ടവും നടത്തുന്നത് CPM ആണ്. ആദ്യം നിങ്ങൾ തള്ളിപ്പറയും, നിയമസഹായം കൊടുക്കും. നിങ്ങൾ തള്ളിപ്പറയും, പിന്നെ നിങ്ങൾ അരുൺകുമാറെ 19 വയസ്സുള്ള ധീരജിന്റെ നെഞ്ചിലേക്ക് ഇറക്കിയാണ് APCC പ്രസിഡന്റ് പറഞ്ഞത്. എന്താ ഞങ്ങളുടെ പയ്യൻ എന്താ പറഞ്ഞത്? ഇപ്പോ അവിടെ ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നുണ്ട് ഈ കൊലക്കേസിലെ പ്രതി. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ? എത്രയോ കൊലക്കേസുകളിൽ പ്രതികളെ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തലയിലേക്ക് കൊണ്ട് നടന്നിട്ടുണ്ട്. APCC പ്രസിഡന്റ് എന്താ പറഞ്ഞത്? പ്രിയപ്പെട്ട 19 വയസ്സുകാരനെ കുത്തിയിറക്കി കൊന്ന പിറ്റേ ദിവസം പറഞ്ഞില്ലേ ഞങ്ങളുടെ പയ്യൻ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു, എന്നിട്ട് ഞങ്ങൾ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്ന്. നുണ പറയുന്നതിന് ഒരു അറുതി വേണം. കാര്യങ്ങൾ മനസ്സിലാക്കി പറയണം. ഇനി മുന്നോട്ട് ചരിത്രം ഞാൻ പറയാം. ഞാൻ പറഞ്ഞോട്ടെ. എന്റെ പൊന്ന അരുൺകുമാറെ,
ധീരജല്ല, അഭിമന്യുവല്ല, ആര് മരണപ്പെട്ടാലും, ഞാനോ താനോ ആര് മരണപ്പെട്ടാലും, ഈ കേരളത്തിൽ ഏതൊരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അതിലും മനസ്താപം ഉണ്ടാകേണ്ട ആളുകളെ നമ്മൾ, മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കേണ്ട ആളുകളെ നമ്മൾ, കൊല്ലപ്പെട്ടവരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് അഭിമാനം കൊള്ളുന്ന ആളുകൾ എങ്ങനെ ശരിയാകുക? നിങ്ങൾ എന്ത് ജനാധിപത്യ ബോധം ഈ രാജ്യത്തിന് കൊടുക്കുന്നത്? അല്ല, ഞാനൊന്ന് പറയട്ടെ, താങ്കൾ കുറെ പറഞ്ഞില്ലേ, ഞാനൊന്ന് പറയട്ടെ, പറയുന്നത് കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത കാണിക്കൂ. ഇങ്ങനെ അരുൺകുമാറെ, അങ്ങനെ സഹിഷ്ണുത ഇല്ലാത്തതിന്റെ പേരില ധീരജ് മരണപ്പെട്ടത് കോളേജ് ക്യാമ്പസിനകത്തല്ല, ക്യാമ്പസിന് പുറത്താ. നിങ്ങൾ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കില്ലേ, വിഷയം മാറ്റാൻ നോക്കില്ലേ? ധീരജ് മരണപ്പെട്ടത് ക്യാമ്പസിന് പുറത്താ. കൊല്ലാൻ ഓടിക്കുമ്പോ കൂട്ടക്കുത്ത് നടന്നപ്പോഴാണ് മരണപ്പെട്ടത്. ഞാൻ പറയട്ടെ, ഈ ധീരജ് കേസിലെ പ്രതികളെ, ധീരജ് കേസിലെ നിങ്ങളെ, ഈ ധീരജ് കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്തായെന്ന് പറഞ്ഞേ, നിങ്ങളെ ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞേ, കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പോലീസ് പറയുന്ന കത്തി എവിടെ? അത് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ആ കത്തി കൊണ്ടുപോയത് SFIയുടെ പ്രവർത്തകരാ. നിങ്ങൾ ഒരുപാട് കഥയൊന്നും പറയല്ലേ. നിങ്ങളുടെ അഭിമന്യു മരണപ്പെട്ട് പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുമ്പോ വിചാരണ ഘട്ടത്തിലല്ല, നിങ്ങൾ ഇപ്പൊ പറയണം